നമ്മൾ വിക്ടേഴ്സിന്റെ 35ാമത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മാഗ്നറ്റിസം തന്നെയാണ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോട്ട്-സവാർട്ട്സ് ലോ കണ്ടു കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ഫീൽഡിലെ കൂളംസ് ലോ പോലെയാണ് ബയോട്ട്-സവാർട്ട്സ് ലോ. നമ്മൾ കമ്പാരിസണും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ ചെയ്യുന്ന കണ്ടതാണ്. ഇനി ഗോസസ് ലോ പോലെ, കൂളംസ് ലോ കഴിഞ്ഞിട്ട് നമ്മൾ ഗോസസ് ലോ അല്ലേ പഠിച്ചത്. അപ്പൊ ഗോസസ് ലോ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉള്ള ലോ ആണ് ആംപിയർ സർക്യൂട്ടൽ ലോ. ഗോസസ് തിയറത്തിൽ നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ, അതായത് അതിന്റെ സോഴ്സ് ചാർജും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് എഴുതിയതെങ്കിൽ ആംപിയർ സർക്യൂട്ടൽ ലോയിൽ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും എഴുതുക? മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിന് പകരം മാഗ്നറ്റിക് ഫീൽഡ്, സോഴ്സ് ചാർജിന് പകരം ക്യൂ എൻക്ലോസ്ഡിന് പകരം ഐ എൻക്ലോസ്ഡ്, സർഫസ് ഇന്റഗ്രലിന് പകരം ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ എടുക്കുക. അതായത് ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഐ ഉള്ള ഒരു കറണ്ട് ഐ ഒഴുകുന്ന ഒരു റീജിയനിൽ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓപ്പൺ ആയിട്ടുള്ള സർഫസ് ആണ് ഈ ബ്ലൂ കളറിലുള്ളത്. ആ ഓപ്പൺ സർഫസിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ആ ക്ലോസ്ഡ് ലൂപ്പിനെ ഡി എൽ എന്നുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു ചെറിയ കഷ്ണം ഡി എല്ലിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ തന്നിട്ടുള്ള ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അത് ഡി ബി ആണ് അല്ലെ. ആ മുഴുവനുമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ മുഴുവനായും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ നേരത്തെ ക്ലോസ്ഡ് സർഫസ് എടുത്തതിന് പകരം ഇപ്പൊ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പാണ് എടുക്കുക. കാരണം നിങ്ങൾക്കറിയാം, കറണ്ട് ഐ എന്നുള്ള ടേം മാത്രമല്ല നമുക്ക് വേണ്ടത്, ഐ ഡി എൽ എന്നുള്ള ടേം ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസിന് പകരം ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നുള്ള ടേം എടുക്കും. അപ്പോഴാണ് ഈ മുഴുവൻ ക്ലോസ്ഡ് ലൂപ്പിലൂടെയുമുള്ള ഡി എൽ മുഴുവനും ചേരുമ്പോഴാണല്ലോ മുഴുവൻ ക്ലോസ്ഡ് ലൂപ്പ് ആവുക. ഈ ഡി എല്ലിലുള്ള ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണെങ്കിൽ മുഴുവൻ ലൂപ്പിലൂടെയും കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ഇന്റഗ്രൽ പി ഡോട്ട് ഡി എൽ ചെയ്യണം. അപ്പൊ എന്താണ് ഇനി ആംപിയർ സർക്യൂട്ടൽ ലോ പറയുന്നത്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ എന്നുള്ളത് എന്തായി മാറി? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്നായിട്ട് മാറി. എന്താണ് ആംപിയർസ് ലോ പറയുന്നത്? ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ സർഫസ്. ടോട്ടൽ കറണ്ട് ആണ് കേട്ടോ. മ്യൂ സീറോ ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് പഠിച്ചു വെക്കുക, ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ പി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ്. നമ്മൾ നേരത്തെ അവിടെ ചാർജസിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സർഫസ് ഇമാജിൻ ചെയ്യുമായിരുന്നു. ആ സർഫസ് നമ്മൾ ഗോഷ്യൻ സർഫസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് കറണ്ടിനെ എൻക്ലോസ് ചെയ്യുന്ന, എല്ലാ കറണ്ട് ലൂപ്പുകളെയും എൻക്ലോസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ ലൂപ്പിനെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്നാണ് വിളിക്കുക. ഗോസസ് ലോ ആകുമ്പോൾ ഗോഷ്യൻ സർഫസ് ആയിരുന്നു. ആംപിയേഴ്സ് ലോ ആകുമ്പോൾ ആംപീരിയൻ ലൂപ്പാണ്. വിത്ത് ദി ബൗണ്ടറി, നമ്മളൊരു ബൗണ്ടറി ഒക്കെ കൺസിഡർ ചെയ്യും. ഇനി ആ ലൂപ്പിന്റെ ഓരോ പോയിന്റിലും 3 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ലൂപ്പിലെ ഓരോ പോയിന്റിലും ബി പാരലൽ ആകാം, ബി ടാൻജൻഷ്യൽ ടു ദ ലൂപ്പ് ആകാം, നോൺ സീറോ ആകാം, അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ബി നോർമൽ ആകാം. നമുക്കറിയാലോ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ബിയുടെ ഡയറക്ഷൻ മാറും, അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ചിലപ്പോൾ ബി സീറോയും ആകാം, ബി വാനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന പോയിന്റുകളൊക്കെ എന്താണ് എന്നുള്ളത്. ഇനി നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പറയാൻ പോവാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറണ്ട്. എത്ര എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കിക്കോളൂ. നമ്മൾ ബയോട്ട്-സവാർട്ട്സ് ലോയിൽ അല്ലെങ്കിൽ മറ്റേ ആദ്യത്തെ ആപ്ലിക്കേഷൻ സർക്കുലാർ റിങ്ങിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ എടുത്തപ്പോൾ നമുക്ക് വലിയ ഡെറിവേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കൂ, വളരെ പെട്ടെന്ന് ഇത് ചെയ്യാനാകുമെന്ന് നമുക്ക് മനസ്സിലാവും.
നോക്കൂ, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടോ, അത് എൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് വയറാണത്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ആണ്. നമ്മൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ചുറ്റുമുള്ള കുറച്ച് ദൂരത്തുള്ള ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. നമ്മൾ ആ പിയിൽ ഉള്ള പോയിന്റ് ആണല്ലോ, അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ നമുക്ക് അറിയേണ്ടത്. നമ്മൾ ആ പി ആറ് വെച്ചുകൊണ്ട്, ആറ് എന്ന ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ആ പിയിലൂടെ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് വരയ്ക്കും. അവിടെ ലൂപ്പൊന്നുമില്ല, നമ്മളാണ് എന്ത് ചെയ്യുന്നത്, ഇമാജിനറി ലൂപ്പ് വരയ്ക്കുന്നത് വിത്ത് റേഡിയസ് ആർ അറ്റ് ദി പോയിന്റ് പി. അങ്ങനെ ഈ പോയിന്റ് പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം പിയിൽ നമ്മളൊരു ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ലൈൻ സെഗ്മെന്റ് കൺസിഡർ ചെയ്യും. അപ്പൊ ഡി എല്ലിന്റെ വെക്ടർ ആണല്ലോ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്ന സാധനം, ഡി എൽ ആണ്. അപ്പൊ ആ ടാൻജന്റിൽ ആ പോയിന്റിലുള്ള അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, അലോങ് ദി ടാൻജന്റ് ആയിരിക്കും. ഒരു സർക്കിൾ നമുക്കറിയാം, ഓരോ പോയിന്റിലുള്ള വെക്ടർ ആണെങ്കിൽ ഡയറക്ഷൻ ഇസ് അലോങ് ദി ടാൻജന്റ്. അപ്പൊ ആ ടാൻജന്റ് അതാണ് ആ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുക. കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് വെക്കുക. അപ്പൊ നമുക്ക് കാണാം നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലാണ് ആരുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ ഈ ചിത്രത്തില് ലെഫ്റ്റില് എന്താണ് ചെയ്യുക, ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദി പേപ്പർ. റൈറ്റിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗോയിങ് ഇൻ ടു ദി പേപ്പർ. അപ്പൊ നമ്മുടെ പോയിന്റ് പി റൈറ്റിലാണ് അല്ലെ, അവിടെ കണ്ടോ മാഗ്നറ്റിക് ഡയറക്ഷൻ ഓഫ് ബി ഇൻ ടു ദി, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് പോകുന്നു. ഇത് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു തെറ്റുണ്ട് കേട്ടോ, ഇൻറ്റു ആണ് ഇവിടെ ഇടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഡി എല്ലും ബിയും എന്തിലാവുക, ഒരേ ഡയറക്ഷനിൽ. അവിടെ ഈ മാർക്ക് ചെയ്തതിൽ ഒരു തെറ്റുണ്ട്, നിങ്ങൾ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. തമ്പിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കുക. അപ്പോൾ ആ റിങ് സർക്കുലർ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഭാഗത്തതാ ഈ പോയിന്റിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഔട്ട് ഓഫ് ദി പേപ്പർ അല്ലെ, അവിടെയാണ് ഒരു കുത്ത് ഇട്ടിട്ടുള്ളത് ഇടേണ്ടത്. ഇവിടെ എത്തുമ്പോൾ എന്താകും, ഇങ്ങനെ ചുറ്റിപ്പോയി ഇൻറ്റു ദി പേപ്പർ ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇൻറ്റു എന്നാണ് ഡയറക്ഷൻ ഇടേണ്ടത്. അപ്പോൾ അവിടെ ഇൻറ്റു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആകുമ്പോൾ ആ ഡി എല്ലിന്റെ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലാണ് അവിടെ എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അത് രണ്ടും പാരലൽ ആണ്. അതുകൊണ്ട് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം എന്താണ്, 0 ആണ്. ഇനി നമ്മൾ ആംപിയർ സർക്യൂട്ടർ തിയറം അപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ബി ഡോട്ട് അല്ലേ, അപ്പൊ ബി ഡി എൽ കോസ് തീറ്റ, കോസ് 0. കോസ് 0 എന്താണ്, 1 ആണ്. ഇന്റഗ്രൽ ബി ഡി എൽ, ബി ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഐയുടെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ ഡി എൽ, ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പ് ഒരു സർക്കുലർ ലൂപ്പാണ്. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സർക്കംഫറൻസ് ആണ് കിട്ടുക 2πr, ആർ റേഡിയസ്, സ്മോൾ ആർ റേഡിയസ് ഉള്ള 2πr ആണ് കിട്ടുക. അപ്പൊ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് എന്ന് കിട്ടും. ഇവിടെ എൻക്ലോസ് ചെയ്യുന്ന ഒരൊറ്റ കറണ്ടേ ഉള്ളൂ അല്ലെ, ഒറ്റ കണ്ടക്ടറേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ഒന്നിലധികം ഉള്ള ആപ്ലിക്കേഷൻ കാണും. ഇവിടെ ഒരൊറ്റ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉള്ളു. അപ്പൊ ഐ എൻക്ലോസിന് പകരം എന്ത് എഴുതിയാൽ മതി, ഐ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ, ഓർ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 2πr. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് ഈ ആൻസർ കിട്ടിയത്. നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്തു, ഒരു സർക്കുലർ ലൂപ്പ് എടുത്തു, അതിന്റെ ദൂരെയുള്ള പോയിന്റ് പി എടുത്തു, സൈൻ തീറ്റ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു, കോസ് തീറ്റ കമ്പോണൻസ് ആഡ് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു, വലിയൊരു എക്സ്പ്രഷൻ കിട്ടി. തീറ്റ കോസ് തീറ്റ ടേംസിനെയൊക്കെ മാറ്റി എഴുതി. പിന്നെ അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞ എക്സ് 0 ആക്കി. അപ്പോഴേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു ഉത്തരം കിട്ടുക. അപ്പൊ ഇത്രയും പ്രോസസ് ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കൊരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ, ഒരു ക്ലോസ്ഡ് ലൂപ്പ്, ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 2πr ആണ് അല്ലെ. അത് എന്തിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മ്യൂ 0 ഒരു കോൺസ്റ്റന്റ് ആണ്, ഐ ഒരു കോൺസ്റ്റന്റ് ആണ്, 2π ഒരു കോൺസ്റ്റന്റ് ആണ്. ആറിന്റെ മുകളിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അതിൽ നിന്ന് ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്, നമ്മൾ കണ്ടുപിടിക്കുന്ന മനസ്സിലാക്കുന്ന സാധനങ്ങളാണ് ഈ പോയിന്റ് ഇട്ട് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്,
ഫീൽഡ് അറ്റ് എവറി പോയിന്റ് ഓൺ ദ സർക്കിൾ ഓഫ് എ റേഡിയസ് ആർ ഹാസ് സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെ. തൊട്ടടുത്ത് ആർ വളരെ ചെറുതാണെന്ന് ചോദിക്കും, ബി വളരെ ഹൈ ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, തൊട്ടടുത്തുള്ള ഒരു സർക്കിള്. അപ്പൊ ആ സർക്കിളിൽ പക്ഷെ ആ സർക്കിളിൽ മുഴുവനും ബി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കുറച്ചുകൂടി വലിയ ആറ്, അപ്പൊ കുറച്ചുകൂടി ബി കുറയും. അപ്പൊ ആ സർക്കിളിലും ആ ആറ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സർക്കിളിലും ബി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ള സർക്കിളിൽ മുഴുവനും ബി എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സിലിണ്ട്രിക്കൽ സിമെട്രി ആണ് ഉള്ളത് അല്ലെ. ഇപ്പൊ ഇവിടെ നിന്നുള്ളതായതുകൊണ്ടാണല്ലേ, ഇവിടെ നിന്നുള്ള എടുക്കുകയാണെങ്കിൽ ദൈ ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ആ പോയിന്റുകൾ ചേർത്ത് വെക്കുമ്പോൾ ഒരു സിലിണ്ട്രിക്കൽ, ഒരു പുട്ടുകുറ്റീന്റെ ഉള്ളിൽ ഒരു ഈർക്കിൽ ഇറക്കി വെച്ചാൽ ഈ ഈർക്കിലിന്റെ ഉള്ളിലൂടെയാണ് കറണ്ട് പോകുന്നത്, നടുവിലുമാണ് ഈർക്കിൽ വെച്ചിട്ടുള്ളത്, ഈർക്കിലിനുള്ളിലൂടെയാണ് കറണ്ട് പോകുന്നത് എങ്കിൽ ആ പുട്ടുകുറ്റി അതാണ് എന്ത്, സിലിണ്ട്രിക്കൽ സിമെട്രി എന്ന് പറയുന്ന ആ രൂപം. ഇനി രണ്ടാമത്തെ എന്താണ്, ഏത് പോയിന്റ് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ സർക്കിളിലെ ഏത് പോയിന്റ് എടുത്താലും അലോങ് ദി ടാൻജന്റ് ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ വർഷമേ കണ്ടു കഴിഞ്ഞതാണ്. ലൈൻസ് ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫോം കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ആറിന് ഒരു കോൺസെൻട്രിക് സർക്കിൾ ഉണ്ടാവും, അടുത്ത ആറിന് വേറൊരു സർക്കിൾ ഉണ്ടാവും, അടുത്ത ആറിന് വേറൊരു സർക്കിൾ ഉണ്ടാവും. അങ്ങനെ ഈ ലൂപ്പിന് ചുറ്റും ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസിലാണ് എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. അടുത്തത് എന്താണ്, അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്ത കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു ഇൻഫിനിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് എന്തല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. എത്രയാണ് അതിന്റെ വാല്യൂ, ബി ഈസ് ഈക്വൽ ടു μ0I/2πr എന്നാണ്. അതിൽ ഐ ഇൻഫിനിറ്റ് ആണെങ്കിലും അതിന് ചുറ്റുമുള്ള നമ്മൾ ഡി എൽ വെച്ചിട്ട് നമ്മളൊരു ചെറിയ പോർഷനിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, നോക്കൂ, വയർ ഇൻഫിനിറ്റ് ആണെങ്കിലും ഫീൽഡ് ഡ്യൂ ടു ഇറ്റ് അറ്റ് എ നോൺ സീറോ ഡിസ്റ്റൻസ് ഈസ് നോട്ട് ഇൻഫിനിറ്റ്. നോൺ സീറോ ഡിസ്റ്റൻസ് ഇട്ട ഈ വയറിന്റെ മുകളിലുള്ള ഡിസ്റ്റൻസ് ആണ് സീറോ ഡിസ്റ്റൻസ് ആയിപ്പോ ചെറിയൊരു ആറെങ്കിലും വേണം. അപ്പൊ ചെറിയൊരു ആറെങ്കിലും ഉണ്ടെങ്കിൽ ആ ആറിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ എന്തായിരിക്കും, ഫൈനൈറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഡയറക്ഷൻ കാണുക, റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. നമ്മൾ ആ കറണ്ട് ക്യാരിങ് ഡയറക്ഷനിൽ നമ്മൾ ആ കണ്ടക്ടറിനെ കൈ പിടിക്കുന്നത് പോലെ പിടിക്കുക, റൈറ്റ് ഹാൻഡിൽ പിടിക്കുക, ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കുക. അപ്പോൾ ആ ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ ആണ് എന്ത് തരിക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തരിക. ഒരു പ്രോബ്ലം ചെയ്യാം. ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറന്റ് ഓഫ് 90 ആംപിയർ ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറന്റ് 1.5 മീറ്റർ ബിലോ ദ ലൈൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്, ഐ 90 ആംപിയർ ആണ് തന്നിട്ടുണ്ട്, ആർ 1.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ബി കണ്ടുപിടിക്കാൻ നമുക്ക് അത് രണ്ടും മതി, ഡയറക്ഷൻ കാണാനല്ലേ പിന്നെ പറയണ്ടു. ബി ഈസ് ഈക്വൽ ടു μ0I/2πr അല്ലെ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബി ഈസ് ഈക്വൽ ടു μ0I/2πr. 4π μ0യുടെ വാല്യൂ എത്രയാണ്, 4π × 10⁻⁷. ഐക്ക് 90 ആംപിയർ, 2π × r 1.5 മീറ്റർ തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 1.2 × 10⁻⁵ ടെസ്ല കിട്ടും. എങ്ങനെ ഡയറക്ഷൻ കിട്ടുക, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നോക്കാം. നോക്കൂ, ആദ്യം എന്താണ് പറഞ്ഞത്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്. ആദ്യം നമ്മളൊരു ആരോ മാർക്ക് ഇടുന്നു, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇത് കൃത്യമായിട്ട് അറിയണം കേട്ടോ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പൊ ഇനി എന്താണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത്, ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് എന്ത് ഒഴുകുന്നത്, കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ എബവ് ദ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്, ബിലോ ദ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഈസ്റ്റും വെസ്റ്റും നോർത്തും സൗത്തും ഒക്കെ അറിയാമെങ്കിൽ അതിനനുസരിച്ച് പിടിച്ചാൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ചിത്രം വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് 2 ഡയമെൻഷനിലുള്ള ചിത്രവും 3 ഡയമെൻഷനിൽ നമ്മുടെ മെന്റൽ പിക്ചറും വരണം. അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമിലെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനനുസരിച്ച് പിടിക്കുക. ചിത്രം ഇങ്ങനെ വരയ്ക്കണം, പക്ഷെ അതിനനുസരിച്ച് നിങ്ങളിത് പിടിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ഉള്ളത് പ്രകാരം പിടിക്കുകയാണ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക്, ഇതാണ് ഈസ്റ്റ്. അപ്പൊ ഇങ്ങനെ പിടിക്കണം. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് കറണ്ട് ഒഴുകുമ്പോൾ എബവ് ദി ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇതാണ് നോർത്ത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിലേക്ക്, ടുവേർഡ്സ് നോർത്താണ് എബവ് ദി ലൈൻ ഉണ്ടാവുക. ഇനി താഴെയോ, ഇങ്ങനെ പോയി ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ടുവേർഡ്സ് ദി സൗത്ത് ആണ് ഉണ്ടാവുക.
ഇനി ഇതിന്റെ ഡയറക്ഷൻ, രണ്ടാമത്തെ ചിത്രം എന്താണ്, ഇതിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു, അല്ലെങ്കിൽ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇത് മാത്രമാണ് കേട്ടോ ചോദ്യത്തിൽ, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ചോയ്സും കൂടി തന്നതാണ് നിങ്ങൾക്ക്. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഒഴുകുന്നത് കറണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റൂമിലുള്ള സൗത്തും നോർത്തും ഒക്കെ മനസ്സിലാക്കി വെക്കുക. സൗത്തും നോർത്തും അതിനനുസരിച്ചിട്ട് പിടിക്കുക. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഒഴുകുന്നത്. അപ്പൊ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒഴുകുമ്പോൾ എന്താണ് സംഭവിക്കുക? ബിലോ ദ ലൈൻ, ആദ്യം എബവ് ദ ലൈൻ നോക്കാം. എബവ് ദ ലൈൻ എങ്ങോട്ടേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ബിലോ ദ ലൈൻ അകത്തേക്ക് പോകും അല്ലെ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഈസ്റ്റ്, ടുവേർഡ്സ് വെസ്റ്റ് ആണ് കേട്ടോ. അതിവിടെ എഴുതിയത് തെറ്റിയതാണ്. നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ റൂമിലെ നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ അനുസരിച്ച് തമ്പിന്റെ ഡയറക്ഷൻ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് മുകൾ ഭാഗത്ത് ഉള്ള ഒരു ഡയറക്ഷനും താഴെ ഭാഗത്ത് വേറൊരു ഡയറക്ഷനാണ് ഉണ്ടാവുക. അതിവിടെ രണ്ടും അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഈസ്റ്റിലേക്കും താഴെ ഭാഗത്ത് വെസ്റ്റിലേക്കുമാണ് ഉണ്ടാവുക. അടുത്തത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. എന്താണ് ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ? കമ്പിച്ചുരുൾ എന്ന് പറയുന്ന സാധനമാണ് ഈ സോളിനോയിഡ്. ഒരു ലോങ് ഇൻസുലേറ്റഡ് വയറാണ്. ഇൻസുലേറ്റഡ് വയറാണ്. അത് അടുത്തടുത്തടുത്ത് ചുറ്റിയിട്ടുണ്ടാവും. മൗണ്ട് ക്ലോസ്ലി ആൻഡ് യൂണിഫോംലി, ഒരേപോലെ. ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്, സ്പ്രിങ് പോലെ ഉണ്ടാവും. ആ സാധനത്തിനാണ് നമ്മൾ കമ്പിച്ചുരുൾ എന്ന്, അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് പറയുക. അതിന്റെ ലെങ്ത് വളരെ വലുതായിരിക്കും. കമ്പയർഡ് ടു ഇറ്റ്സ് ഡയമീറ്റർ, ദ ലെങ്ത് ഓഫ് എ സോളിനോയിഡ് വിൽ ബി വെരി ലാർജ്. ഇതാണ് ആ ചിത്രം, കണ്ടോ? ഒരു സോളിനോയിഡ്, ഒരു കമ്പിച്ചുരുളിന്റെ ചിത്രമാണത്. എക്സ് ആക്സിസ് വൈ ആക്സിസ് കണ്ടോ? ലെങ്ത് വളരെ കൂടുതലാണ്. ഡയമീറ്റർ ലെങ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതുമാണ്. ഫിഗർ 1 ഷോസ് എ സോളിനോയിഡ്. ഫിഗർ 2 and 3 ഡിസ്പ്ലേസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോർ എ ഫൈനൈറ്റ് സോളിനോയിഡ്. ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ആകെ ടെൻഷൻ ആവും. ഇതിപ്പോ എന്താണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതാ നോക്കിക്കോളൂ. വൈ ആക്സിസ് ആണ് ഈ വരച്ചിട്ടുള്ള സാധനം. വൈ ആക്സിസ് ആണ് ഈ ഒന്നാമത്തെ ചിത്രത്തിലെ വൈ ആക്സിസ് ആണ് ഈ കാണിച്ചിട്ടുള്ള ചിത്രം. പിന്നെ ഈ ചുറ്റ് കാണിക്കാനുള്ളതാ, അതിലൂടെ ആ ചുറ്റിലൂടെയാണ് കറണ്ട് ഒഴുകുക. നമ്പർ ഓഫ് ടേൺസ്, ആ ടേൺസിലൂടെയാണ് സോളിനോയിഡിൽ കറണ്ട് ഒഴുകുക. എങ്ങനെയാണ് സോളിനോയിഡിൽ കറണ്ട് ഒഴുകുക? നോക്കൂ, ഇവിടെ എന്താണ്? ഔട്ട്സൈഡ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. താഴെയോ? ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അപ്പൊ ഇങ്ങനെയാണ് ആ സോളിനോയിഡിൽ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുകൾ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും? ഈ ടേൺസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മുകൾ ഭാഗത്തിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരും പേപ്പറിൽ നിന്ന്. താഴെ ഭാഗത്ത് കറണ്ട് അകത്തേക്ക് പോകും. ഈ ടേൺസിൽ മുഴുവനും. അപ്പോൾ ഈ ടേൺ വെച്ച് പറയുകയാണെങ്കിൽ കറണ്ട് എന്ത് ഡയറക്ഷനിലാണ് ഒഴുകുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുക. കണ്ടോ? മുകൾ ഭാഗത്തിൽ നിന്ന് ഔട്ട് ഓഫ് ദി പേപ്പർ, താഴെ ഭാഗത്ത് ഇൻ ടു ദി പേപ്പർ. അപ്പൊ മുകൾ ഭാഗത്ത് ഔട്ട് ഓഫ് ദി പേപ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലെ. അപ്പൊ ഇതിലിപ്പോ ഈ ഒരു പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ള ചിത്രം. ഇവിടെ പുറത്തേക്ക് വന്നു, ഇവിടുന്ന് അകത്തേക്ക് പോയി. അപ്പൊ ക്ലോക്ക് വൈസ്. അപ്പൊ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഒഴുകുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഒഴുകുന്നതെങ്കിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണിത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പിടിച്ചു നോക്കിയാൽ മതി. റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ പറഞ്ഞല്ലോ. മുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, താഴെ അകത്തേക്ക് പോകുന്നു. ഔട്ട് ഓഫ് ദി പേപ്പർ, ഇൻ ടു ദി പേപ്പർ. അപ്പൊ തമ്പ് ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിലാണ് അല്ലെ. പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് തമ്പ്. കണ്ടോ? അതുകൊണ്ടാണ് ഈ പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ എന്ത് കൊടുത്തിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഫിഗർ 3 എന്താണ്? ഫിഗർ 3യിൽ നിന്ന് സർക്കുലാർ ലൂപ്സ് ഫീൽഡ് ബിറ്റ്വീൻ ടു നൈബറിംഗ് ടേൺസ് വാനിഷസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഫീൽഡ് ബിറ്റ്വീൻ ടു നൈബറിംഗ് ടേൺസ് വാനിഷസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അടുത്തടുത്തുള്ള ടേണുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കണ്ടോ? ഇവിടെ മുകളിലേക്കുള്ള ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ തൊട്ടടുത്ത പോയിന്റിൽ എന്താണ്? താഴേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. തൊട്ടടുത്ത പോയിന്റിൽ മുകളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. തൊട്ടടുത്ത പോയിന്റിൽ താഴേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്താകും? ആ നൈബറിംഗ് ടേൺസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ മാത്രട്ടാ വാനിഷ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതിൽ കുറച്ചുകൂടി അടുത്താണ്. ഇതാണ് സോളിനോയിഡ്.
കമ്പിച്ചുരുൾ ആണ് ഈ സാധനം. അപ്പൊ ഈ നടുഭാഗത്ത് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ആ തുടങ്ങുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈ തുടങ്ങുന്ന സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ആ ഡയറക്ഷൻ ഒക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തുടങ്ങുന്ന സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഈ ഒരു ചുരുളാണിത്, അതിന്റെ തൊട്ടടുത്തുള്ള ടേൺ ആണിത്. അപ്പൊ ആദ്യത്തെ ടേണിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ, ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലാണ് ഇതിന്റെ ടേൺ, മുകളിലേക്കാണ് അല്ലെ. അപ്പൊ തൊട്ടടുത്തുള്ള അടുത്ത ടേണിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, താഴേക്കാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ആളെ നോക്കൂ, ഇവിടെ മുകളിലേക്കാണ്, ഇവിടെ താഴേക്കാണ്. അപ്പൊ അതും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പൊ ഈ ഒരു പോർഷനിലൊക്കെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യും. സോളിനോയിഡിന്റെ ഇന്നർ പോർഷനിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് ഫീൽഡ് അറ്റ് ദി എക്സ്റ്റീരിയർ മിഡ് പോയിന്റ് ക്യൂ, ഈ ക്യൂവിന്റെ അടുത്തുള്ള പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. ക്യൂവിന്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, വീക്കാണ്, അലോങ് ദി ആക്സിസ് ആണ്. അതേമാതിരി അവർ ക്യാൻസൽ ചെയ്തു പോകും. അവർക്ക് നോർമൽ കമ്പോണന്റോ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഒന്നും ഇല്ലാണ്ട് അവർ ക്യാൻസൽ ചെയ്ത് പോകും എന്നാണ് ഈ പറഞ്ഞ് വന്നത്. അപ്പോൾ ഒരു ലോങ് ആൻഡ് ടൈറ്റ്ലി വൗണ്ട് സോളിനോയിഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻസൈഡ് ഇറ്റ്, അതിന്റെ നടുവിലുള്ള പോയിന്റിൽ മാത്രം. ഇതാണ് പി എങ്കിൽ ആ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്, ഈ ചുരുളിന്റെ മുകളിലുള്ള പോയിന്റ് ആണ് ഈ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ചുരുളിന്റെ ആ സ്ഥലത്തൊന്നും എന്തുണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ആക്സിസ് കാണിക്കില്ലേ. അപ്പൊ ഈ പുട്ടുകുറ്റിന്റെ ആ നടുവിൽ, സെന്ററിലെ നടുവിൽ മാത്രമേ, പുട്ടുകുറ്റിന്റെ സർഫസിൽ ഉണ്ടാവില്ല, പുട്ടുകുറ്റിന്റെ ഉള്ളിലുള്ള ആ പോയിന്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഔട്ട്സൈഡും ഈ കമ്പിച്ചുരുളിന്റെ മുകളിലും കമ്പിച്ചുരുളിന് പുറത്തും എന്തായിരിക്കും, സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഈ പോയിന്റ് ആണ് ഇത്ര നേരമായിട്ട് നമ്മൾ പറഞ്ഞു വന്നത്. അതിന് ഞാൻ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് നൈബറിങ് ഇതൊക്കെ അങ്ങനെയാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ഇനി നമ്മൾ അതിന്റെ ഒരു ഡെറിവേഷൻ പഠിക്കാൻ പോവാണ്. ഇതാണ് ഈ ചിത്രം ഓർത്ത് വെക്കണം കേട്ടോ. ഈ ചിത്രത്തിൽ ഇതിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്, ഈ കമ്പിച്ചുരുളാണ് ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഈ കുത്തിട്ടിട്ടുള്ള സാധനം എന്താണ്, കമ്പിച്ചുരുളുകളാണ്. ആ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്, ഇവിടെ മുകളിൽ നിന്ന് പുറത്തേക്ക് വരും, താഴെ അകത്തേക്ക് പോകും. അപ്പൊ അതിനനുസരിച്ച് കൈ പിടിക്കുക. മുകളിൽ പുറത്തേക്ക് വരും, ഔട്ട് ഓഫ് ദ പേപ്പർ, താഴെ അടിയിലേക്ക് ഇൻ ടു ദി പേപ്പർ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലാണ്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലാണ് ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ഏതാണ് ഈ ലൂപ്പ്, ABCD, ഒരു ക്ലോസ്ഡ് ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ABCD, അതിന്റെ ലെങ്ത് എത്രയാണ്, H ലെങ്ത് ഉള്ള ആംപീരിയൻ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പോയിന്റ് ഉണ്ട്, കണ്ട പോയിന്റ് P, ഇൻസൈഡ് ദ സോളിനോയിഡ്. ആ കമ്പിച്ചുരുളിന്റെ നടുവിൽ, പുട്ടുകുറ്റീന്റെ നടുവിലുള്ള പോയിന്റ് ആണ് ഇത്. പുട്ടുകുറ്റീന്റെ പുറത്തുള്ള പോയിന്റ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അത് മെന്റൽ പിക്ചർ ഒക്കെ കിട്ടാൻ വേണ്ടി പുട്ടുകുറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ പോയിന്റ് Q, നമ്മളൊരു വലിയ ലോങ് സോളിനോയിഡ് കൺസിഡർ ചെയ്യാണ്. N നമ്പർ ഓഫ് ടേൺസ്, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്മോൾ n be the number of turns per unit length. എന്ന് വെച്ചാൽ സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ L എന്നാണ് പറഞ്ഞത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് സ്മോൾ n. അത് ഓർത്ത് വെക്കണം. കാരണം പ്രോബ്ലത്തിൽ ചിലപ്പോൾ സ്മോൾ n-ന്റെ ഡാറ്റ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ ക്യാപിറ്റൽ N-ന്റെ ഡാറ്റ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ക്യാപിറ്റൽ N ബൈ L ആണ് സ്മോൾ n. ആംപീരിയൻ ലൂപ്പ് ABCD കൺസിഡർ ചെയ്തു. നമ്മൾ സർക്യൂട്ടൽ ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, ഇന്റഗ്രൽ ABCD ഇന്റഗ്രൽ B ഡോട്ട് DL ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. അതാണല്ലോ കിട്ടേണ്ടത്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ അതിനെ മുറിച്ച് എഴുതുകയാണ്. ഇന്റഗ്രൽ ABCD B ഡോട്ട് L, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് കാണിക്കാനാണ് ഈ വട്ടിട്ടുള്ളത് കേട്ടോ. ക്ലോസ്ഡ് ലൂപ്പാണ്. ആദ്യത്തെ കഷ്ണം ഏതാണ്, ഇന്റഗ്രൽ A ടു B B ഡോട്ട് DL. കണ്ടോ, രണ്ടാമത്തെ കഷ്ണം ഏതാണ്, ഇന്റഗ്രൽ B ടു C B ഡോട്ട് DL, ഇന്റഗ്രൽ C ടു D B ഡോട്ട് DL, ഇന്റഗ്രൽ D ടു A B ഡോട്ട് DL ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഇക്വേഷൻ 1. ഇനി ഇവിടെ നോക്കാം ഇതിൽ ഏതൊക്കെ ടേംസ് ഉണ്ടാകും എന്ന്.
ആദ്യം ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ അല്ലേ, ആ എ ടു ബി എന്നുള്ള സ്ഥലത്ത് ബിയും എ ടു ബിന്റെ ചെറിയൊരു പോർഷനാണ് ഈ ഡി എൽ. ബിയും ഡി എല്ലും ഒരേ ഡയറക്ഷനിലാണ്. അതായത് ബി ഡോട്ട് ഡി എൽ, ബി ഡി എൽ കോസ് തീറ്റ, തീറ്റ ഈക്വൽ ടു 0 കോസ് 0 1. അപ്പൊ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്നുള്ളത് ഇന്റഗ്രൽ ബി ഡി എൽ ആയിട്ട് ഏത് ലൂപ്പിന്റെ കഷ്ണത്തിൽ ഉണ്ടാവും? ഇന്റഗ്രൽ എ ടു ബിയിൽ ഉണ്ടാവും. ബി ടു സി നോക്കാം. ബി ടു സിയിൽ ഉള്ള ഡി എൽ എടുത്താൽ ഇവിടെ എന്താണ്? ബി ഈ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലാണ്. സി ഡി എല്ലിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ ഉണ്ടാവുക? മുകളിലേക്കല്ലേ നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ പോസിറ്റീവ് വൈ ആക്സിന്റെ ഡയറക്ഷനിലാണ്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, കോസ് 90 0. അപ്പൊ ആ ഇന്റഗ്രല് 0 ആണ് ഇന്റഗ്രലിന്റെ വാല്യൂ. ഇന്റഗ്രൽ സി ടു ഡി എടുത്താലോ, ഡി എൽ എടുത്താൽ അത് സോളിനോയിഡിന്റെ പുറത്താണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്, അവിടെ ബി 0 ആണ്. അപ്പൊ ആ ഇന്റഗ്രലിന്റെ കഷ്ണം എന്തായി പോവും? 0 ആയി പോവും. അടുത്തതായിരുന്ന ഇന്റഗ്രൽ ഡി ടു എ, അവിടെ അഗെയിൻ ബി ആൻഡ് ഡി എൽ പെർപെൻഡിക്കുലർ ആണ്, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ആ ഇന്റഗ്രലും വാനിഷ് ചെയ്തു. അപ്പൊ ആകെ ഏത് ഇന്റഗ്രലാണ് ഉണ്ടാവുക? അതാണ് കേട്ടോ ഈ എഴുതിയിട്ടുള്ളതൊക്കെ. അപ്പൊ ആകെ ഏത് ഇന്റഗ്രലാണ് ഉണ്ടാവുക? ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ. അതാരാണ്? ഇന്റഗ്രൽ എ ടു ബി എ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്ത് കിട്ടും? ബി ഇന്റഗ്രൽ ഡി എൽ. ആ ഇന്റഗ്രൽ ഡി എൽ ചെയ്താൽ എന്താ കിട്ടുക? എച്ച് ദൂരല്ലേ ഉള്ളത്, എച്ച് ലെങ്ത് അല്ലേ ഉള്ളത്. അപ്പൊ ബി എച്ച് എന്ന് കിട്ടും. അപ്പൊ ബി എച്ച് ഇസ് ഈക്വൽ ടു μ0 ഐ എൻക്ലോസ്ഡ്. ഇനി ഈ ഭാഗം ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഐ എൻക്ലോസ്ഡ്, ഒന്നിലധികം കറണ്ട് ഉണ്ട് ഇവിടെ, ഒന്നിലധികം ലൂപ്പുകളില്ലേ. അപ്പൊ അതിനെ നമ്മളൊന്ന് നോക്കണം എന്താണ് അവിടെ എഴുതേണ്ടത് എന്ന്. ഐ എൻക്ലോസ്ഡ് കിട്ടണമെങ്കിൽ ടോട്ടൽ കറണ്ട് കിട്ടണം അല്ലെ. അപ്പൊ ടോട്ടൽ കറണ്ട് ആരെ മുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഐന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും, നമ്പർ ഓഫ് ടേൺസിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. ഈ എച്ച് ദൂരത്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്? അപ്പൊ എൻ എച്ച് ഐ ആണ്. ഒരു ലൂപ്പിലൂടെ ഉള്ള കറണ്ട് ഐ ആണ്, എച്ച് ദൂരാണ്, എച്ച് ദൂരത്തിൽ എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പൊ എൻ എച്ച് ഐ, അത് ഓർക്കണം, സ്മോൾ എൻ ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കേട്ടോ. സോ വി ഗെറ്റ് ബി എച്ച് ഇസ് ഈക്വൽ ടു μ0 ഐ എൻക്ലോസിന് പകരം എന്ത് എഴുതണം? എൻ എച്ച് ഐ എന്ന് എഴുതണം. ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ എന്ന് കിട്ടും. അത് ഓർത്ത് വെക്കണം. ആ ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. ഒരു സോളിനോയിഡിന്റെ ഇൻസൈഡ് പോർഷനിൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതിന്റെ വാല്യൂ ആണ് ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ, വേർ എൻ ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോൾ കാണാം അത് എന്തിനാ അങ്ങനെ ഓർക്കണത്. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് 80 cm long, 5 layers of windings, 400 turns. Diameter of the solenoid is 1.8 cm. Current carried is 8 ampere. Find the magnitude of intensity of magnetic field inside the solenoid near its center. എന്താണ്? I is equal to 8 ampere ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ എഴുതണം? ഒരു ടേൺസിൽ ഒരു ലെയറിൽ 400 ടേൺസ് ആണുള്ളത്, 5 ലെയർ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടണമെങ്കിൽ 5 × 400 ചെയ്യണം. അപ്പൊ 2000. ലെങ്ത് 80 cm ആണ്, അതിനെ മീറ്റർ ആക്കുമ്പോൾ 0.8 മീറ്റർ. ഇനി നോക്കൂ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് μ0 എൻ ഐ കാണണമെങ്കിൽ നമ്മൾ സ്മോൾ എന്നിലേക്ക് അതിനെ മാറ്റണമല്ലോ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്ങനെയാ കിട്ടുക? 2000 ടേൺസ് ഉണ്ട് ആകെ, ലെങ്ത് എത്ര ഉണ്ട്? 0.8 മീറ്റർ ഉണ്ട്. അപ്പൊ യൂണിറ്റ് ലെങ്ത്തിലുള്ളത് കിട്ടണമെങ്കിൽ 2000/0.8 ഉണ്ടോ? 2500. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് μ0 എൻ ഐയിലെ സ്മോൾ എൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ബാക്കി എളുപ്പമാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4.10⁻⁷ 2500 8 മൾട്ടിപ്ലൈ ചെയ്യുക, 0.025. യൂണിറ്റ് ഓർക്കണം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ്? ടെസ്ല. അടുത്തൊരു ടൊറോയിഡിനെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താണ് ഒരു ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ? നേരത്തെ ഉണ്ടായിരുന്ന നീളത്തിലുള്ള സോളിനോയിഡിനെ ഒരു വളയുടെ രൂപത്തിൽ വളയ്ക്കുക. ആ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൊറോയിഡ് എന്ന് വിളിക്കുക. എ ടൊറോയിഡ് ഈസ് എ ലോങ് സോളിനോയിഡ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ രൂപത്തിലേക്ക് മാറ്റുക. നമ്മൾ ഈ ട്യൂബ് ടയറിന്റെ മുകളിലൂടെ ചുറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൊറോയിഡ് എന്ന് വിളിക്കുക. Toroid is a hollow circular ring on which a large number of turns of a wire are closely wound. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇവിടെയും ബാധകമാണ്. പോയിന്റ് പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തല്ലേ,
നേരത്തെ നമ്മൾ ക്യൂ പോയിന്റ് മാത്രമാണ് പറഞ്ഞത്, അവിടെ 0 ആണ്. അപ്പൊ പോയിന്റ് പിയും എന്താണ്, ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇൻസൈഡിൽ എന്ന് പറഞ്ഞാൽ നടുവിലല്ല, ഇന്നർ സ്പേസിൽ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും 0 ആണ്, ക്യൂവിലുള്ള മാഗ്നറ്റിക് ഫീൽഡും 0 ആണ്. ആകെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ മാത്രമാണ് ഉണ്ടാവുക? വിത്തിൻ ദ ടൊറോയിഡ്. വിത്തിൻ ദ ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ ഈ വരച്ചിട്ടില്ലേ, ഈ ഒരു നടുവിൽ ഒരു സർക്കുലർ ലൂപ്പ് വരച്ചിട്ടില്ലേ, ആ ലൂപ്പിൽ മാത്രമാണ് എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മളൊരു ലൂപ്പ് വരയ്ക്കും, ഒരു ഇമാജിനറി ലൂപ്പ്, ആംപീരിയൻ ലൂപ്പ് വരയ്ക്കും. അതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. സെന്ററിൽ നിന്ന് ആ ലൂപ്പിലേക്കുള്ള റേഡിയസ് ആണ് എന്ത്? ക്യാപിറ്റൽ ആർ. ത്രൂ ഔട്ട് ദ ലൂപ്പ്, ഈ ലൂപ്പിൽ നിങ്ങൾ എവിടെ നോക്കിയാലും മുകളിൽ കറണ്ട് പോണ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടല്ലേ, അതിനനുസരിച്ച് തമ്പ് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തിന്റെ ഡയറക്ഷൻ കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. ഈ ഒരു സർക്കുലർ ലൂപ്പിലെ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും DL സ്മോൾ ലെങ്ത്തിന്റെ ഡയറക്ഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ θ=0. അപ്പൊ cos 0 എന്താണ്? 1 ആണ്. ഇനി സർക്യൂട്ടൽ ലോ ഉപയോഗിക്കുന്നു. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്തായി? ഇന്റഗ്രൽ ബി ഡി എൽ cos 0 ആയി. ബി cos 0 is 1. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ആയി. ഇനി ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഈ ലൂപ്പ് ഇങ്ങനെ ചേർന്നാൽ 2πr അല്ലെ, സർക്കംഫറൻസ് ആ കിട്ടുക, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള. അപ്പൊ 2πr എന്ന് കിട്ടും. അപ്പൊ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ്. ഇനി നമ്മൾ ഐ എൻക്ലോസ്ഡിനെ കണ്ടുപിടിക്കാൻ പോവാണ്. n is the total number of turn. n small n, വീണ്ടും ഓർക്കണം കേട്ടോ പോയിന്റ്. n number of turns per unit length. യൂണിറ്റ് ലെങ്ത് 2πr. ഈ സർക്കുലർ ലൂപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr അല്ലേ. അപ്പൊ 2πr എത്ര ടേൺസ് ടോട്ടൽ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2πr ഇൻറ്റു n. അപ്പൊ ഐ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു n ഇൻറ്റു ഐ. അപ്പൊ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു മ്യൂ 0 2πr ni. കുറെ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യും. ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ni എന്ന് കിട്ടും. വേറെ n ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അത് വളരെ കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. ടൊറോയിഡിലെ ഉള്ളിലുള്ള ഫ്രീ സ്പേസിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും, ഔട്ട്സൈഡ് ഉള്ള ഫ്രീ സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ആകെ എവിടെ മാത്രം ഉണ്ടാവുക? ടൊറോയിഡിന്റെ ഇന്നർ സ്പേസിൽ മാത്രമാണ്, ഈ ഒരു സർക്കുലർ ലൂപ്പിൽ മാത്രമാണ് എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അടുത്ത പ്രോബ്ലം നോക്കാം. ടൊറോയിഡ് കോർ ഓഫ് ഇന്നർ റേഡിയസ് 25 cm, ഔട്ടർ റേഡിയസ് 26 cm, അറൌണ്ട് വിത്ത് 3500 ടേൺസ് ഓഫ് എ വയർ ആർ വൗണ്ട്. കറണ്ട് ഇൻ ദ വയർ ഇസ് 11 ampere. വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ്? ഒന്നും ആലോചിക്കാനില്ല, Q എന്ന് പറയുന്ന പോയിന്റ് ആണ്, 0 ആണ്. ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടൊറോയിഡ് അവിടെ ഉണ്ടാവും കേട്ടോ, അത് അവിടെ വെക്കട്ടെ. ഇൻ ദ എംപ്റ്റി സ്പേസ് സറൗണ്ടഡ് ബൈ ദ ടൊറോയിഡ്, അതെവിടെയാണ്? അകത്ത് P എന്ന് പറയുന്ന പോയിന്റ് ആണ്, അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പൊ നടുവിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ni ആണ്. മ്യൂ 0യുടെ വാല്യൂ അറിയാം, പക്ഷെ n എന്താണ്? n കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് റേഡിയസ് തന്നിട്ടുള്ള, അവ മീൻ റേഡിയസ് കാണണം. 25 cm പ്ലസ് 26 cm ബൈ 2 അല്ലേ. അപ്പൊ 25.5 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കിയാൽ 0.255 മീറ്റർ എന്ന് കിട്ടും. ടോട്ടൽ ലെങ്ത് 2πr, 2π ഇൻറ്റു 0.255 എത്രയാണ്? 51 π ഇൻറ്റു 10⁻² എന്ന് കിട്ടും. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 3500 ടേൺസ് ഡിവൈഡഡ് ബൈ 51 π ഇൻറ്റു 10⁻². കണ്ടോ? അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കിട്ടും കേട്ടോ. ഇനി അവിടെ കേട്ടെ. ഫീൽഡ്, നമ്മൾ ആദ്യത്തെ ഉത്തരം എന്താണ്? ഫീൽഡ് ഇസ് നോൺ സീറോ ഓൺലി ഇൻസൈഡ് ദ കോർ സറൗണ്ടഡ് ബൈ ദ വൈൻഡിങ് ഓഫ് ദ ടൊറോയിഡ്, ദെർഫോർ ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ് ഈസ് 0. രണ്ടാമത്തത് ഇൻസൈഡ് ദ കോർ ഓഫ് ദി ടൊറോയിഡ്, B is equal to mu 0 ni 4 pi into 10⁻⁷, n 3500 by 51 pi into 10⁻², I 11 ampere. Substitute ചെയ്താൽ 3.02 into 10⁻² ടെസ്ല എന്ന് കിട്ടും. ഫീൽഡ് ഇൻ ദ എംപ്റ്റി സ്പേസ് സറൗണ്ടഡ് ബൈ ദ ടൊറോയിഡ്, അതേതാണ്? പോയിന്റ് P ആണ്, അവിടെയും ഫീൽഡ് എന്താണ്? 0 ആണ്. അടുത്തത്, A solenoid is designed to produce a magnetic field of 0.027 ടെസ്ല. B തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. വാട്ട് മിനിമം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് മസ്റ്റ് സോളിനോയിഡ് ആവും? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ലെങ്ത് എല്ലും കണ്ടുപിടിക്കണം. നോക്കാം. B is equal to mu 0 ni, സ്മോൾ n കണ്ടുപിടിക്കാൻ n is equal to B by mu 0 i ഒക്കെ തന്നിട്ടുണ്ട്. 0.027 by 4 pi into 10⁻⁷ into 12.
എത്ര കിട്ടുക 1.791 into 10⁻³ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ n is equal to capital N by L. അപ്പോൾ ക്യാപിറ്റൽ L അപ്പോൾ L കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ L is equal to total number of turns into circumference of the solenoid. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ കിട്ടുക? n into L. അപ്പോൾ ആദ്യം സർക്കംഫറൻസ് ഓഫ് ദി സോളിനോയിഡ് കണ്ടുപിടിക്കണം. എത്രയാണ് സർക്കംഫറൻസ് ഓഫ് ദി സോളിനോയിഡ് കിട്ടുക? 2πr is equal to 2π into r. റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? 1.4 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് മീറ്ററിലാക്കുക 0.014 0.088 മീറ്റർ എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കിട്ടണമെങ്കിൽ n into ലെങ്ത് ഓഫ് ദി സോളിനോയിഡ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ചെയ്താൽ ക്യാപിറ്റൽ N കിട്ടും. അപ്പോൾ എത്ര കിട്ടുക? 1.791 into 10⁻³ into 10⁻³ into ടോട്ടൽ ലെങ്ത് തന്നിട്ട് 40 into 10⁻⁻², 716.4. L ലെങ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ റിക്വയർഡ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ L is equal to ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് സോളിനോയിഡ് 716.4 into 0.08863 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.